ആ ഒരു അറ്റംപ്റ്റിനും കിട്ടിയില്ലെങ്കിൽ നമ്മൾ 6 month ബാക്കാവും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു പെസഹയും പോയിട്ട് ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം എന്റെ ചിക്കൻ പോക്സ് വന്നു. കർത്താവിശോയെ, എക്സാം എന്ന് പറഞ്ഞ ഈസ്റ്ററിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് എക്സാം സ്റ്റാർട്ട്. ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം എക്സാം സ്റ്റാർട്ട് ചെയ്യും. അന്ന് അനാട്ടമി ഞാൻ ജയിച്ചു. അതിന്റെ പിറ്റേന്നാണ് ഫിസിയോളജിയുടെ ഒക്കെ എക്സാം വരുന്നത്. ഒരു രക്ഷയില്ല. ഹോസ്റ്റലിൽ വാർഡനോട് കരഞ്ഞു പറഞ്ഞു, എനിക്കൊരു ഐസൊലേറ്റഡ് എവിടെയെങ്കിലും ഒരു മൂലയിൽ തന്നെ ഇരുത്താം, ഒരു റൂം തരാമോ? പക്ഷെ നമ്മൾ ഈ 16 പേര് കൂടിയുള്ള ഒരു റൂമിലല്ലേ, അവരാരും സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ എന്നെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടോ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എനിക്ക് അടുത്ത ആഴ്ച എക്സാം ആണ്, ഐ നീഡ് ടു റൈറ്റ് ദ എക്സാം. ഒരാഴ്ച കൊണ്ട് ചിക്കൻ പോക്സ് മാറ്റുന്ന വല്ല മരുന്നുകൾ തരാമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ചിക്കൻ പോക്സ് ആണ് മോളെ, ഒരാഴ്ച കൊണ്ട് എന്തായാലും ചിക്കൻ പോക്സ് ഒന്നും മാറില്ല, മിനിമം 14 ദിവസം അല്ലെങ്കിൽ 15 ദിവസം നീ ഐസൊലേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന ഒരു റൂമിൽ ആക്കിയിരിക്കുകയാണ്. മമ്മിയൊക്കെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ റൂമിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു എന്താ പറയാ, ഇങ്ങനെ ഫുഡൊക്കെ തരാം. അങ്ങനെയൊക്കെ തന്ന അനിയനും ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ പപ്പയും മമ്മിയും ആങ്ങളെയാണ് എനിക്കുള്ളത്. അങ്ങനെ ഫുഡൊക്കെ തന്ന് കഴിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മമ്മിയാണെങ്കിലും ബുക്ക് പോലും എനിക്ക് പഠിക്കാനായിട്ട്, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ പോക്സിന്റെ സമയത്ത് നമ്മൾ കണ്ണ് സ്ട്രെയിൻ ചെയ്താൽ കണ്ണിനൊക്കെ പ്രശ്നമാവും എന്നൊക്കെ